ഞാനത് രാഷ്ട്രീയം പറയുമല്ല, കാരണം ഇല്ല ഉള്ളത് നുണ പറഞ്ഞതിന് ശേഷം മൈക്ക് പുറകെ നിൽക്കുക. സന്തോഷി, നമ്മൾ ഈ ആളുകള് ഈ ചില സമയത്തൊക്കെ ആശംസ നേരും, ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു എന്ന് പറയും. ഈ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് വിചാരിക്കും. അപ്പോൾ അതിനകത്ത് ആയുർവേദം ഉണ്ടാവും. ഈ ആയുർവേദത്തെ കുറിച്ചാണ് എനിക്കിന്ന് അറിയേണ്ടത്. ഈ ആയുർവേദം എന്ന് പറയുന്നത് ആരോഗ്യത്തെ സംബന്ധിക്കുന്നതാണോ അതോ ആയുഷിനെ സംബന്ധിക്കുന്നതാണോ അതോ സുഖത്തെ സംബന്ധിക്കുന്നതാണോ അതോ പ്രകൃതിയായിട്ട് ഈ ആയുർവേദം എന്ന് പറയുന്ന ആ സംഭവത്തിന് എന്താണ് ബന്ധം? എന്താണ് ആയുർവേദം? അതൊരു ചികിത്സയാണോ അതോ ജീവിത രീതിയാണോ അതോ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും പ്രദേശങ്ങളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അറിവുകളാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആയുസ്സും ആരോഗ്യവും സുഖവും ആയുരാരോഗ്യ സൗഖ്യം, അതെ, ഇത് ഒന്നിച്ച് കിട്ടണമെങ്കിൽ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കണം. പ്രകൃതി തന്നെ ആയി മാറണം. പ്രകൃതിക്കൊപ്പം നമ്മൾ നടക്കാൻ തുടങ്ങണം. പ്രകൃതിക്കൊപ്പം ഉണരാൻ തുടങ്ങണം. പ്രകൃതിക്കൊപ്പം ഉറങ്ങാൻ തുടങ്ങണം. പ്രകൃതി തന്നെ ആയി മാറുമ്പോഴാണ്, പ്രകൃതിയോട് ഏറ്റവും അടുത്ത് ഇടപഴകുമ്പോഴാണ് ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി നമ്മളുടെ ആചാരവും അനുഷ്ഠാനവും നമ്മളുടെ ഭക്ഷണവും ഭാഷണവും എല്ലാം അതേ രീതിയിൽ ചിട്ടപ്പെടുത്തുമ്പോഴാണ് ആയുർവേദം ആയുസ്സിൻ്റെ വേദമാകുന്നത്. ഈ പ്രകൃതി ഉണരുന്നത് എപ്പോഴാണ്? പ്രകൃതി ഉണരുന്നത് ഹൃദയത്തിന് 4 മണിക്കൂർ മുമ്പ് പ്രകൃതി ഉണരും. പ്രകൃതി ഉറങ്ങുന്നതോ? അസ്തമയത്തോടുകൂടി ഉറങ്ങും. ഈ പ്രകൃതിയെ ഉണർത്തുന്നത് ആരാ? ജന്തുലോകം, ലക്ഷ്മി ലോകം, മാതൃലോകം. ലക്ഷ്മി ലോകം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ലക്ഷ്മി ലോകം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിലാകേണ്ടത് മഹാവിഷ്ണുവിൻ്റെ, അതായത് മഹാവൃക്ഷ പ്രകൃതിയുടെ ശ്രീഭാവമായിട്ടുള്ള രാജമല്ലി, ചെത്തി, ചെമ്പരത്തി തുടങ്ങിയ സകല ചെടികളും പരമാത്മ ചൈതന്യമായിരിക്കുന്ന മാതൃലോകം, ജന്തുലോകം. മാതൃലോകം എന്ന് പറഞ്ഞാൽ ജന്തുലോകവും ചേർന്ന ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ചെറു സസ്യങ്ങളും ലതകളും അടങ്ങുന്നു. മുല്ലവള്ളി ഉൾപ്പെടെ സകല ചെറിയ ചെടികളും എല്ലാ പൂക്കളും എല്ലാം ശ്രീനാമങ്ങളാണ്. ആ ചെറിയ സസ്യലോകവും, അതായത് വിഷ്ണുവിൻ്റെ മായാമോഹിനി ഭാവം, ആ മായാമോഹിനി ഭാവം ലക്ഷ്മിയാണ്. അപ്പൊ തുളസിക ലക്ഷ്മിയാണ്. അപ്പൊ അത് അവരുണരുമ്പോഴാണ് പ്രകൃതി ഉണരുന്നത്. അവരും ഉണരും, മാതൃലോകവും ഉണരും. ഈ മാതൃലോകം എന്ന് പറഞ്ഞാൽ ജന്തുലോകം, അവരുടെ മൈഥുനങ്ങൾ സാധ്യമാകും. ജന്തുലോകം ചലിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അതെ, അവര് ലക്ഷീകരിപ്പിക്കുന്നത് അവരാണ്. 6 ഋതുക്കൾക്ക് കാരണമാകുന്ന വൈഭവത്തിലെ ആദ്യത്തെ വൈഭവം അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഋതുവിൻ്റെ ചക്രത്തെ തിരിക്കുവാനായിട്ട് ആദ്യം ഉണരുന്നത്, ആദ്യം ലക്ഷീകരിപ്പിക്കുന്നത് ആ ലക്ഷ്മിയാകുന്നു. ലക്ഷ്മി ലോകം മാതൃലോകമാകുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഉണരാൻ വേണ്ടി സൂര്യനല്ലേ അതിന്റെ യഥാർത്ഥത്തിലാണ്? സൂര്യന്റെ ഉദയം നമ്മൾ കാണുമ്പോഴാണ് അവിടെ 6:15 ഉദിച്ചു എന്ന് നമ്മൾ പറയുന്നത്. 2:30 കഴിയുമ്പോഴത്തേക്ക് ആ പ്രതിഭാസം ആദ്യം മനസ്സിലാക്കുന്നവരാ? മാതൃലോകം. പുള്ളു തൊട്ട് പൂവങ്കോഴി തൊട്ട്, അതായത് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിരുതിയുടെ പീഠത്തിലാണ്, കുക്കുട യോനി എന്ന് പറയും. ഈ കോഴി കൂവി ഉണരുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് ഈ സൗത്ത് ഇന്ത്യയിലെ ഈ നിരുതി പീഠമാണ്. ഇത് കേരളമാണ്. രാത്രി 10:30 മുതൽ ഏകദേശം അസ്തമയത്തിനനുസരിച്ച് കണക്ക് മാറും. 10:30 കഴിയുമ്പോൾ 2:30 വരെയുള്ള 4 മണിക്കൂർ ആകാശം ഡാർക്ക് എനർജിക്കാണ് പ്രാധാന്യം. 2:30 കഴിയുമ്പോൾ ആകാശത്ത് പഴയ കാരണവര് പറഞ്ഞ പോലെ വെള്ളം കയറും. ആദ്യം അറിയുന്നത് ആരാന്ന് എന്റെ ചോദ്യം. മാതൃലോകം. ഒപ്പം തന്നെ അപ്പൊ ഈ പറയുന്ന ഈ ലക്ഷ്മി അവരും അറിയുന്നില്ല, അതുകൊണ്ടാണല്ലോ പൂ ഇരിക്കുന്നത്. അതെ, ചെറിയ ചെടികൾ അവരും ഉണരും. അപ്പൊ ഇതൊരു സമയത്താണ് 2 കൂട്ടരും അറിയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിനൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രകൃതി ഡാർക്ക് എനർജിയിൽ നിന്ന് വൈറ്റ് എനർജിയിലേക്ക് ചേഞ്ച് ആകുന്നത് രാത്രി 2:30 കഴിയുമ്പോഴാണ്. സരസ്വതി യാമം എന്ന് പറയും. ആ യാമത്തിൽ ആകാശമാണ് ഈ സരസ്വതിക്ക് കാരണമായിരിക്കുന്ന ആ വൈപ്പ്. ഡാർക്ക് എനർജിയാണ്. ആ ഡാർക്ക് എനർജി വൈറ്റ് എനർജിയിലേക്ക് വരുന്നത് ഈ ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ തൊട്ട് ഇങ്ങോട്ട് പ്രകൃതി സഞ്ചരിക്കുന്നത് ഡാർക്ക് എനർജിയിൽ നിന്ന് വൈറ്റ് എനർജിയിലേക്കാണ്, അതായത് ബ്രഹ്മശക്തിയിലേക്കാണ്. പ്രകാശത്തിലേക്ക് പ്രപഞ്ചം സഞ്ചരിക്കുകയാണ് തമസിൽ നിന്ന്. തമസ് മരണകാരണമായ ശക്തിയാണ്.
അതിൽ നിന്ന് ജനന കാരണമായിരിക്കുന്ന ശക്തിയിലേക്ക് പ്രകാശത്തിനൊപ്പം പ്രപഞ്ചം സഞ്ചരിച്ചെത്തുന്ന, പ്രകാശത്തിലേക്ക് പ്രപഞ്ചം എത്തുന്ന ആ വെളിച്ചത്തിലേക്ക്, വെളിവിലേക്ക് ലോകം സഞ്ചരിക്കും. അപ്പൊ പ്രകൃതിയോടൊപ്പം ഉണരണം എന്ന് പറയുമ്പോൾ ഈ 2:30 കഴിയുമ്പോൾ ഉണരണം അല്ലേ? പ്രകൃതിയോടൊപ്പം ജീവിക്കണമെങ്കിൽ അങ്ങനെ വേണം. അതെ, ഉദയത്തിന് 4 മണിക്കൂർ മുമ്പ് ഉണർന്നാൽ ഫുള്ളായിട്ട് ആ എനർജിയെ നമുക്ക് എടുത്തുകൊണ്ട് യാത്ര ചെയ്യാം. ഈ ഉദയത്തിന് 2 മണിക്കൂർ മുമ്പാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ നമ്മളുടെ എനർജി, അന്നത്തെ എനർജിയുടെ ലെവൽ പകുതിയാകും. അപ്പോൾ ഇവിടുത്തെ രീതി അനുസരിച്ച് സൂര്യനെ നമ്മൾ കണ്ടതിന് ശേഷം ഉണരുന്നതെങ്കിലും പൊതിച്ചോറില്ലാതെ യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് കിടന്നു പോകും. ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണല്ലോ നല്ലൊരു ശതമാനം ആളുകളുടെ. അതുകൊണ്ടാണ് നമ്മള് പക്ഷെ ക്ഷേത്രങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണരുമല്ലോ, ശംഖ് വിളിച്ച് ദേവനെ ഉണർത്തുകയും ചെയ്യും. നേരത്തെ അസ്തമയ പൂജയോട് കൂടിയിട്ട് നട അടച്ച് ദീപങ്ങൾ കെടുത്തി ആ തമസിനെ ആചരിച്ചുകൊണ്ട് ആ ദീപാരാധന നടത്തി, ദീപത്തെ കെടുത്തി ആ തമസിനെ ആചരിച്ചുകൊണ്ട് അവര് പ്രപഞ്ചത്തെ ആ ഡാർക്ക് എനർജിയിലേക്ക് തന്നെ വിടും. അപ്പോൾ ആയുർവേദത്തില് ഇന്ന് ആയുർവേദ പ്രകാരം നടക്കുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും ആയുർവേദ വിധി പ്രകാരമാണ് ക്ഷേത്രങ്ങളോട്. അപ്പൊ ക്ഷേത്രങ്ങളെ മാതൃകയാക്കിയാൽ മതി നമ്മുടെ വീടുകളും നമ്മളും. അതെ അല്ലേ? അതെ. അപ്പൊ അത് ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഈ ക്ഷേത്രങ്ങളെ ചിട്ടപ്പെടുത്തിയത് അത് ശാസ്ത്രലോകം. ശാസ്ത്രലോകം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ വർണ്ണിക്കാമോ? വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. വേദത്തിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നത്, ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതാണ്. ഏത് ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠ ശ്രീധർമ്മശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമാണ്. സങ്കല്പ പീഠമെങ്കിലും ഉണ്ടാവും ശാസ്ത്രം. അങ്ങ് പറഞ്ഞതുപോലെ ആയുർവേദത്തെ ആ അറിവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ശാസ്ത്രം എന്ന് പറയുന്നത് വെളുപ്പിന് 4 മണിക്കോ 3 മണിക്കോ ഒക്കെ ആരംഭിക്കുന്ന സമയമാണ്, ക്ഷേത്രങ്ങളിൽ സമയം. അപ്പൊ അന്ന് ആ സമയത്ത് നമ്മുടെ ദിവസം തുടങ്ങുക. മനുഷ്യനെ സംബന്ധിച്ച്, ജന്തുക്കളെ സംബന്ധിച്ച് അവർക്ക് ജീവിതം തുടങ്ങി, അവർ കറക്റ്റാണ്, അവരെല്ലാം ഉണരുന്നുണ്ട്. മനുഷ്യന് മാത്രമേ ഉണരാതെ ഉള്ളൂ. മനുഷ്യൻ അതിബുദ്ധി കൊണ്ടാണ് അവന്റെ സിലബസ് മാറ്റിപ്പിടിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഋത്വത്തിനനുസരിച്ചല്ല മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവനവന്റെ സൗകര്യത്തിനായിട്ട് മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ജന്തുലോകത്തിന് സുഖമാണല്ലോ, അസുഖം കുറവല്ലേ? മനുഷ്യന് മാത്രമാണ് അസുഖം. എല്ലാ അർത്ഥത്തിലുമുള്ള അസുഖമുള്ള മനുഷ്യനാണ് അല്ലേ? സുഖം നഷ്ടപ്പെടും. പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടാൽ ആ അസുഖം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഈ ജന്തുലോകത്തിന് അസുഖം ഉണ്ടാവാത്തത് ഈ പ്രകൃതിയോടൊത്ത് ആയുർവേദത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. സുഖം എവിടെയാണെന്ന് അവർക്കറിയാം. ചാരത്തിൽ പട്ടി കിടന്നുറങ്ങുന്ന കണ്ടിട്ടില്ലേ? അവർക്കറിയാം. അവര് ഇളം വെയിൽ കൊള്ളുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു യോഗ നടത്താറുണ്ട്. പൂച്ചയും പട്ടിയൊക്കെ നമുക്ക് കാണാവുന്ന കാലും കഴിയൊക്കെ നിർത്ത് യോഗ ചെയ്യാറുണ്ട്. ആരും പഠിപ്പിച്ചിട്ടല്ല. പക്ഷികൾ നന്നായിട്ട് പാട്ട് പാടും. പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ വയറുവേദന എടുക്കുമ്പോൾ കോഴിക്കൊക്കെ പുല്ല് അവർ തിന്നും. പുല്ല് തിന്നും. ഈ സമയത്ത് പുലിയും പുല്ല് തിന്നെന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യനെ ഇത് ഈ പ്രകൃതിയെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദത്തെ അറിയാത്ത ഒരു വിഭാഗം മനുഷ്യരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആയുർവേദം വേദവുമായിട്ട്, വേദത്തിന്റെ ഉപവേദങ്ങളിൽ ഒന്നായതുകൊണ്ട് അത് ഭാരതീയ ദർശനമാണ്, അതിനെ എപ്പോഴും ഇകഴ്ത്തണം എന്നുള്ള ഒരു രീതിയിൽ ആയുർവേദം വേദമേ അല്ല, അറിവല്ല, ഇത് അന്ധവിശ്വാസമാണ്, ഒന്നുമില്ല അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അല്ല, അത് അങ്ങനെ പറയുമ്പോഴേ അങ്ങനെ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. ഞാൻ രാഷ്ട്രീയം പറയുമല്ല. കാരണം ഉള്ളത് നുണ പറഞ്ഞതിന് ശേഷം ഈ ആയുർവേദത്തിൽ പറയുന്ന ഈ പ്രകൃതി എന്നുള്ള ആ വിഭവങ്ങൾ എടുത്തിട്ടാണല്ലോ ഈ അലോപ്പതി മരുന്ന് ഉണ്ടാക്കുന്നത്. അല്ല, ഭക്ഷണം എന്താ കഴിക്കണേ? ഇങ്ങനെയുള്ളവരോട് ആയുർവേദം നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുകയും രീതിയിൽ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ചോദിക്കണം, ഒരു ഗ്ലാസ് ഒതളങ്ങ ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ അവർ വിശ്വസിക്കും. ഇവർ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ആയുർവേദം. ആരും പ്ലാസ്റ്റിക് അല്ല കഴിക്കുന്നത്. എന്നിട്ട് അതിനെ തള്ളി പറയൂ. നമ്മളുടെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ജീവിത രീതിയാണ്. അപ്പോൾ ആയുസ്സിന് വേണ്ടിയിട്ട്, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ജീവിത രീതിയാണ്. സ്വസ്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭക്ഷണത്താൽ, സാത്വിക ഭക്ഷണത്താൽ മാത്രമാണ് സ്വസ്തി. നമ്മളുടെ സ്വസ്തി നശിക്കണമെങ്കിൽ സാത്വികമല്ലാത്തൊരു ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ സ്വസ്തി നശിക്കും, നമ്മുടെ സമാധാനവും നശിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ലോകത്ത് എവിടെ സാത്വികമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവിടെ യുദ്ധങ്ങളും കലാപങ്ങളും കലഹവും മാത്രമായി കഴിക്കും.
അപ്പോൾ നമ്മളൊരു വിചാരം മനുഷ്യനെ നിയന്ത്രിക്കുന്ന മനുഷ്യനാണെന്നൊരു തോന്നലുണ്ട്. പ്രകൃതിയാണ് നിയന്ത്രിക്കുന്നത് അല്ലേ? പ്രകൃതിയാണ് നിയന്ത്രിക്കുന്നത്. പ്രകൃതിയാണ് നമ്മളുടെ രക്ഷിതാവ്. പ്രകൃതിയുടെ രക്ഷിതാവിൽ നിന്നും ഈ പ്രകൃതിയെ ശാസിതാവ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ശാസിക്കുന്നവനല്ല. അപ്പൊ ശാസ്താവും ശാസിതാവും ഒന്നാണോ? അല്ല, ഇച്ചിരി കൂടെ വ്യത്യാസം.